എന്താണ് സുവിശേഷം? അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നന്നായിട്ട് സവിസ്തരം അവരെ വിവരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് സൂചന തന്ന് പോകണമല്ലോ. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടുന്ന മാർഗമല്ല, തത്വസംഹിതകൾ വിവരിക്കുന്ന കാര്യമല്ല, പ്രത്യേക ശാസ്ത്രങ്ങൾ വിവരിക്കുന്ന സമയമല്ല, ബഹളവും ഒച്ചപ്പാടും ആളും തെള്ളും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം അതല്ല സുവിശേഷം. 10,000 വാട്സ് ഉള്ള മൈക്ക് സെറ്റ് കൊണ്ടുവന്നിറക്കി ഈ ശബ്ദം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. വെറുതെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം തെള്ളി തറയിലിടുന്നതല്ല സുവിശേഷം. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. മതം മാറ്റുന്നതുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. വേദപുസ്തകം വായിക്കുന്ന പഠിക്കുന്നവർക്ക് വാക്യങ്ങളൊക്കെ തിട്ടമാണെന്നറിയാം. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശു ക്രിസ്തു ഓർത്തുകൊള്ളുക, അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ കച്ച കെട്ടി ഇറങ്ങിയ മിടുക്കന്മാർ പലരുമുണ്ട്. ഒറ്റവാക്കി പറഞ്ഞ ഭാഗമിടാം, കച്ച അഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഈ സുവിശേഷത്തെ അവഹേളിക്കുന്ന, അതിന് ക്ഷീണം വരുത്തുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്വനുകളുമുണ്ട്. അതൊന്നും സുവിശേഷത്തിനെ ബാധിക്കുകയല്ല. അതൊരു സൈഡിൽ കൂടെ പോകും, ഇത് അതിൻ്റെ നേരെ അങ്ങ് പോകും. ഇനി നിങ്ങൾ ഈ കേൾക്കുന്നവരെല്ലാം പിന്മാറിപ്പോയാലും സുവിശേഷത്തിനൊരു കുഴപ്പവും വരികയില്ല. കേരളത്തിലുള്ള ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ ഈ വേദപുസ്തകം വിശ്വസിക്കുന്നവർ മൊത്തം ചത്തുപോയാലും സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരികയില്ല. ഇന്ത്യയിലുള്ള ഈ ക്രിസ്തു മാർഗക്കാർ മുഴുവൻ ഇനി അങ്ങ് ചുട്ട് കത്തിക്കുകയാന്ന് വിചാരിക്കുക, സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരികയില്ല. എല്ലാവരും ഒരു പരുവക്കേടിയിരിക്കുന്നത് ഈരിപ്പാന്ന് മിക്കവാറും കത്തിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. ഇടിക്കണം പേയിൻ കോട്ട നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം. നാം ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല, വരികയില്ല.
ഇത് പാടെ തകർത്ത് കളയുവാൻ പരിശ്രമിച്ച മിടുക്കന്മാര് പലരും ഉണ്ട്. മിടുക്കന്മാര് പരാജയപ്പെട്ടതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ഒറ്റ വാക്യം പറഞ്ഞാൽ അത് ഇന്ന് വന്നിട്ട് ബെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും പിന്മാറിപ്പോയാലും സുവിശേഷത്തിൻ്റെ കുഴപ്പവും വരികയല്ല. ആ സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അന്നേരം ചിലരിപ്പോൾ പറയും നിങ്ങളുടെ കൂടെ വന്ന പുള്ളിയാന്നല്ലേ ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നല്ല. അങ്ങനെ ഇനി ഇതിനകത്തിരിക്കുന്ന പലരും വരാനുണ്ട്. സൂചേട്ടത്തിന് കുഴപ്പം വല്ലതും വരും. നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലേ പുള്ളി? ഞങ്ങളുടെ കൂടെ അങ്ങനെ പലരും ഉണ്ടായിരുന്നവർ കുറച്ച് പേര് പോയി, ഇനിയും കുറച്ച് പേര് പോകാൻ ഇതിനകത്തിരിപ്പുണ്ട്. നോട്ടം ഇരിപ്പം കണ്ടിട്ട് മിക്കവാറും ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സുവിശേഷത്തിന് ഒരു കുഴപ്പവും വരികയില്ല. സ്തോത്രം. സുവിശേഷം വന്നതാണല്ലോ സ്ഥിതിക്ക് മാറ്റമുണ്ടായത്, ഇല്ലേ? എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്ന് രണ്ട് കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുക. കാരണം സുവിശേഷ യോഗമായതുകൊണ്ടാണ്. എന്നോട് ബന്ധപ്പെട്ട് പറയാം, എൻ്റെ വല്യപ്പൻ്റെ അപ്പന്, അങ്ങനെ അങ്ങ് ചിന്തിച്ചു, എൻ്റെ വല്യപ്പൻ്റെ അപ്പന് പണ്ട് മെയിൻ റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ലായിരുന്നു കേരളത്തിൽ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. എന്താ? അയിത്തമുള്ള കാലമായിരുന്നു. പട്ടിക്ക് വഴിയെ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. ഇപ്പം അന്ന് പട്ടി ഊടുപാട് കടിക്കുക എല്ലാത്തിനും. മനുഷ്യനെ തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയില്ല, പട്ടിയെ തല്ലിക്കൊന്നാൽ അന്നേരം കേസാ. കടി കൊള്ള, എല്ലാവരും കടി കൊള്ളല്ല. ഇപ്പം എന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരു കാലത്ത് പട്ടിക്ക് വഴിയിൽ കൂടി നടക്കാം, യഥേഷ്ടം വിഹരിക്കാം, മനുഷ്യന് നടക്കാൻ മേല. മേലാളന്മാർ വരുമ്പോൾ റോഡിൽ കൊണ്ടൊന്ന് നടക്കാൻ ഒക്കുകയല്ല, ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഹോയ് ഹോയ്. ഇവിടാന്ന് എടുത്ത് തോട്ടിച്ചാടുകയോ വെട്ടുകൊടിക്കകത്ത് വീഴുകയൊക്കെ ചെയ്തോണം. കുട്ടനാട് സൈഡാന്നെ പോളക്കകത്ത് ചാടും തോട്ടിലേ. അവരെല്ലാം പോയി കഴിയുമ്പോഴേ പതുക്കെ എല്ലാം നടക്കാനും ഒക്കെ ഒക്കുള്ളൂ. ഇതുപോലെ വെള്ള വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. അത് ചെളി വരത്തിയേച്ച് കരി തേച്ചേച്ചേ ധരിക്കാൻ പറ്റുള്ളൂ. വെള്ള വസ്ത്രമൊക്കെ അവർക്ക് വലിയ പുള്ളിക്കാർ. പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ല. സ്തോത്രം. ഓരോ ജാതിക്കും ഇത്ര അടി അകലം വെച്ചിരിക്കുക. വെച്ചിരിക്കുന്ന അടി അതിക്രമിച്ചാൽ വേറെ അടി, അതിന് വേറെ ആളുണ്ട്. അങ്ങനത്തെ കാലമായിരുന്നു. തമ്പുരാക്കന്മാരെ എല്ലാം ചുവന്നുകൊണ്ട് നടക്കണം. പല്ലക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കുട്ടനാട് സൈഡിലൊക്കെ ഇവിടെയും അത് വ്യത്യാസമൊന്നുമില്ല. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. കൂലി ചോദിച്ച് തമ്പുരാക്കന്മാരുടെ മുറ്റത്തൊന്നും ചെല്ലാനൊക്കത്തില്ല. ഭക്ഷണം ഒന്നിച്ച് കഴിക്കത്തില്ല, കൊടുക്കുകയല്ല. തീണ്ടലും തൊടിയിലും ഉള്ള കാലമാണ്. മുറ്റത്ത് കുഴി കൊഴിച്ച് ആ കുഴിക്കകത്ത് ഇല കോട്ടി വെച്ച് അതിനകത്തൊക്കെയാണ് കൊടുക്കുന്നത്. അടുക്കാനൊക്കുകയല്ല. അയിത്തം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സംസ്കൃതം മിണ്ടാനൊക്കത്തില്ല. അതൊക്കെ അവർ പറഞ്ഞോളും. ഒക്കെ കേൾക്കുക പോലും, പാത്ത് നിന്ന് പോലും കേൾക്കരുത്. കേട്ടാൽ ചെവിക്കാ തീയം ഉരുക്കി ഒഴിക്കും. അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. ഇവരെ ചുമന്നുകൊണ്ട്, ഇതുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കണം. അതും എല്ലാവർക്കും ഒന്നും ചുമക്കാനൊക്കത്തില്ല. അതിന് പ്രത്യേക ആൾക്കാരാണ്. ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല. പണ്ട് ഒരു പാട്ടിന്റെ വരിയുണ്ട്, മിക്കപ്പോഴും പാടുന്നതാ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇതു ശരിയോ തെറ്റോ.
അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പണ്ട് 2 പിള്ളേരെ പള്ളിക്കൂടത്തിൽ കയറ്റപ്പം ആ പള്ളിക്കൂടത്തിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിന് തീ വെച്ച് കളഞ്ഞു. ഒന്ന് അങ്ങ് തിരുവനന്തപുരത്താ, വെങ്ങാനൂര്. ഒരു പെങ്കൊച്ചനെ കൊണ്ട് സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കാനെത്തുക. അന്നേരം തമ്പുരാക്കന്മാര് പള്ളിക്കൂടം അങ്ങ് തീ വെച്ചു. വിത്തങ്ങളെയൊന്നും പഠിപ്പിക്കേണ്ട. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി. നിങ്ങൾക്ക് എന്നും പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഇരിപ്പ് കണ്ടില്ലേ, മുഖത്ത് പോലൊരു ഭാഗവത്തി. തീ വെക്കുവോ കത്തിക്കുവോ, നമുക്ക് ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകണം. ഇന്ന് വിടുതലുണ്ടാകുന്നില്ല, നീ ഇത് മര്യാദ കേട്ടു പോകും. ഉമ്മ ഇരുന്ന് കായം കീയാൻ തുള്ളിയാ. അപ്പൊ ഈ പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടിരുത്തി അന്നത്തെ തമ്പുരാക്കന്മാര് സ്കൂളിന് തീ വെച്ചു. മധ്യ തിരുവിതാംകൂറിൽ പുല്ലാട് ലഹള, അതിനോട് ബന്ധപ്പെട്ട് അവിടെ ഒരു പയ്യനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. പുല്ലാട്ട്, ഇവിടെ കുമ്പനാടിനപ്പുറമാണ് പുല്ലാട്. അന്നും ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആ പയ്യന്റെ പേര് തേവൻ എന്ന, ടി തേവൻ. പയ്യൻ മിടുക്കനായിരുന്നു. അദ്ദേഹം പിന്നെ നന്നായിട്ട് പഠിച്ചു, മിടുമിടുക്കനായി, ശാസ്ത്രി പട്ടമൊക്കെ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്തെ പേരാണ് കേശവശാസ്ത്രി. ഇത് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അത് മനസ്സിലാക്കിയിട്ടവർക്കും ബോധ്യപ്പെടും. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാ. ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ സ്ഥിതി. തമ്പുരാക്കന്മാർക്ക് വേണ്ടി പാടത്ത് പണി കിടക്കണം, രാവിലെ മുതൽ ഇരുട്ടുന്നത് വരെ. കുട്ടനാട് സൈഡാന്ന് 1 കൂലിയാൻ 2 കൂലിയാൻ നെല്ല കൊടുക്കുന്നത്. അത് സന്ധ്യ കഴിയും കിട്ടുമ്പം അത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇരുട്ടും. അത് പിന്നെ പഴയ അമ്മമാർ പറഞ്ഞു കണ്ട് വറുത്ത് കുത്തുക. രാത്രിയിൽ വലിയ ഓട്ടുപറ വറക്കും, നെല്ലേ ഓട്ടുപറ വറുത്ത് രാത്രി അത് കുത്തി പാറ്റി പെറുക്കി കഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പം പാതിരാത്രിയാകും. അപ്പം ചെറിയ കുഞ്ഞുങ്ങളെല്ലാം കിടന്നുറങ്ങും. പിന്നെ തല്ലി എഴുന്നേൽപ്പിച്ച് ഇച്ചിരി കഞ്ഞിവെള്ളവും കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തിയത്. അങ്ങനത്തെ കാലമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് തമ്പുരാക്കന്മാർക്ക് പണിയാൻ പോകണം. അവരെ തോളെ ചുമ്മിക്കൊണ്ട് അതെല്ലാം ഇങ്ങനെ കിടക്കുകയല്ലയോ, അതിനെല്ലാം ചുമ്മിക്കൊണ്ട്. പാട്ടൊക്കെ എനിക്ക് വരുന്നുണ്ട്, ഞാൻ പിന്നെ അങ്ങ് അടങ്ങുക. 2-3 ദിവസമായിട്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രയാസമുണ്ട്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്ന്. പാട്ടുകാർ പണ്ട് പാടിയ പാട്ടാ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്ന്. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്നു. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഞാൻ അങ്ങനെ പാടി പ്രസംഗിച്ചാൽ ആ റൂട്ടിൽ അങ്ങ് പോകും. പിന്നെ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഓ മത്തായി സുവിശേഷത്തിൽ നിന്ന് വായിച്ചെങ്കിലും പുള്ളി വേറെ ഏതാണ്ടെല്ലാം പറഞ്ഞേച്ചാ പോയത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയും, ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എടുത്ത വാക്യത്തോടും കൂറ് പുലർത്തി വരണമല്ലോ. എന്തായാലും കൊള്ളാം, ഇങ്ങനത്തെ വല്ലാത്തൊരു കാലമായിരുന്നു കേരളത്തിൽ, ഇന്ത്യയിലും ഇതൊക്കെ മൊത്തം സ്ഥലങ്ങളിൽ. അപ്പം ഇതിനെ മാറ്റം വരുത്തിയത് തീർത്ത് പറയട്ടെ സുവിശേഷം വന്നതുകൊണ്ടാണ്. അതിനങ്ങനൊന്നും അല്ല ഹല്ലേലൂയ പറയണ്ടേ. ഏമ്പക്കം വിടുമ്പോൾ അന്ന് ഹല്ലേലൂയ പറയുന്നത്.
ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടവരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ നാട്ടിൽ വന്ന് മലയാള ഭാഷ പഠിച്ച് അച്ചുകൂടം ഉണ്ടാക്കി ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ വേണ്ടിയാണ്. സ്തോത്രം. ഇത് വായിച്ചാലേ വിവരം ഉണ്ടാവുകയുള്ളൂ. വേറെ ചില പുസ്തകം വായിച്ചാൽ ഇതന്നെ അന്ന് പോലും നമുക്ക് പിടികിട്ടുകയില്ല. അത് അവർക്ക് കുറച്ച് ആൾക്കാർക്ക് പിടികിട്ടും. അവർ സന്ധ്യാകുമ്പോൾ ചില സ്ഥലത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇതെല്ലാം പറയും. ബാക്കിയുള്ളവർ അങ്ങോട്ട് കയറാനേ നോക്കുകയല്ല. വേറെ ആർക്കും ഇത് മനസ്സിലായ പ്രശ്നം അത് അവന് മനസ്സിലാക്കിക്കത്തില്ല. എന്നാൽ ധന്യനായ മനുഷ്യൻ ഇവിടെ വന്ന് നമുക്ക് വിവരവും ബോധവും ഉണ്ടാകാൻ വേണ്ടി അച്ചുകൂടം ഉണ്ടാക്കി എല്ലാം ക്രമപ്പെടുത്തി ഈ പുസ്തകം അച്ചടിച്ച് സത്യവേദ പുസ്തകം നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിൽ തന്നു. അത് നിങ്ങളത് വായിച്ചപ്പം എൻ്റെ ഭാഷയെ പറഞ്ഞ വെളിവുണ്ടായി. മനസ്സിലായോ? അങ്ങനെ അക്ഷരം പഠിക്കാനിടയായത്. സ്തോത്രം. നേരും ചൊവ്വനും തുണി ഉടുക്കാൻ പഠിപ്പിച്ചത് ഈ മാർഗം വന്നതുകൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. സുവിശേഷമായി ഇതിനെല്ലാം മാറ്റം വരുത്തുക. അതുകൊണ്ട് എവിടെയും പറയുവാനും ഉയർത്തുവാനും ഘോഷിപ്പാനും പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സത്യസുവിശേഷം. ഏത് സ്ഥലത്തും ആരോടും ഉച്ചൈസ്തരം മുഖത്ത് നോക്കി പറയാം, യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടിവിക്കും, യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകും, യേശു ക്രിസ്തുവിനാൽ നീ അനുഗ്രഹിക്കപ്പെടും. അത് സധൈര്യം ആരോടും പറഞ്ഞോണം. ഒന്നും ശങ്കിക്കണ്ട. ഉയർത്താൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുവിൻ്റെ നാമം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. എല്ലാ ഇടങ്ങളിലും ഉയർത്തുവാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ മാത്രം ദൈവമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു പ്രത്യേക സഭക്കാരുടെ ആളല്ല യേശു. യേശു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുക്രിസ്തുവിനെ ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം, അനുധാവനം ചെയ്യാം. ആമേൻ. കർത്താവിനെ ആമേൻ സേവിക്കാം, സ്നേഹിക്കാം. യേശുക്രിസ്തു മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ ഒന്നിച്ച് സമ്മേളിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആ സുവിശേഷത്തിൻ്റെ ഒരു പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 28 അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നാം പ്രാരംഭത്തിൽ 4 സുവിശേഷങ്ങളാണ് വായിക്കുന്നത്. 1 മത്തായി എഴുതിയ സുവിശേഷം, 2 മർക്കോസ് എഴുതിയ സുവിശേഷം, 3 ലൂക്കോസ് എഴുതിയത്, 4 യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ ചിലർക്ക് ചിന്ത വരും, 4 സുവിശേഷം ഉണ്ടോ? ഇല്ല, ഒറ്റ സുവിശേഷം ഉള്ളൂ. 4 പേരും 4 നിലയിൽ ആ സുവിശേഷത്തെ ചിത്രീകരിച്ച് തന്നിരിക്കുക. യേശുക്രിസ്തു രാജാതി രാജാവാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാണ്. യേശുക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണ്. മത്തായി ക്രിസ്തുവിൻ്റെ രാജത്വവും
മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസ്യത്വവും, ലൂക്കോസ് ക്രിസ്തുയേശുവിന്റെ മനുഷ്യത്വവും, യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും തെളിയിച്ചിരിക്കുക. ഈ മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് കൂടുതലും യഹൂദന്മാരെ ഉദ്ദേശിച്ച, യഹൂദന്മാരെ ഉന്നം വെച്ച്, അതാ നല്ലത്, യഹൂദന്മാരെ ഉന്നം വെച്ച്. അങ്ങനെ ഇന്നും ചിലരെ ഉന്നം വെച്ച് വേല ചെയ്യുന്നവരുണ്ട്. പറയത്തില്ല, നമുക്ക് ഈ ഏരിയയിൽ പോകാം, അത് നമ്മുടെ ആൾക്കാരാ, സഭയിൽ അവർ വരുന്നതായിരിക്കും, കുറച്ചുകൂടെ മിണ്ടുന്നില്ല, ഒന്നും അറിയാൻ മേല, അല്ല വിളവന്മാരാ, എന്നിട്ടൊന്നും അറിയാൻ മേലാതെ, അമ്മാമേ നമുക്ക് ഈ ഏരിയയിൽ പോകാം, അത് നമ്മുടെ ആൾക്കാരാ, അപ്പം വരിക എന്നേ അവര് ഒന്നും അറിയാൻ മേല, അങ്ങനെ ഉന്നം വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ മത്തായി യഹൂദന്മാരെ ഉന്നം അതാരാ ഇട്ടത്തിരിക്കുന്നത്? അപ്പോൾ മത്തായി യഹൂദന്മാരെ ഉന്നം വെച്ച ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. യഹൂദന്മാര് അടയാളം ചോദിക്കുന്നവരാ. അപ്പൊ ധാരാളം അടയാളങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല, 1-ാം അധ്യായത്തിൽ യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം വലിയ ഇഷ്ടമാണ്. പാരമ്പര്യം, അപ്പച്ചൻ്റെ പേര്, അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ പേര്, വല്യപ്പച്ചൻ്റെ പേര്, വല്യപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ പേര്, പിന്നെ വന്ന് കുറവലങ്ങാട്ടിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം. കുറവലങ്ങാട്ട് വന്നത് കൊടുങ്ങല്ലൂരാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം. അത് ഇങ്ങനെ ഒരു ചെറിയ പരിവക്കേടുണ്ട്. അപ്പം മത്തായി അതുകൊണ്ട് ഈ പാരമ്പര്യം അങ്ങോട്ട് തുടങ്ങി. അപ്പം ഇവർ പെട്ടെന്ന് നോക്കിയുടെ നമ്മുടെ കാര്യമാണ് പറഞ്ഞത്, നമ്മുടെ വല്യപ്പച്ചൻ്റെ കാര്യം അതാ തുടക്കുക. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യഹൂദൻ ഈ വംശാവലി കേൾക്കുന്ന ഇഷ്ടമാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവരും ഈ മിക്കവരും ഈ കുടുംബയോഗമാണ്. പെന്തിക്കോസുകാർ ഇപ്പൊ പോകുന്നുണ്ട്, കുടുംബയോഗം ഉണ്ട്. പാസ്റ്റർമാർ ഇപ്പൊ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റായിട്ടും ഇരിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല. അതിപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത്. നേരത്തെ കുടുംബക്കാർക്കാർക്കും വേണ്ടായിരുന്നു, കാരണം നേരത്തെ പരിവക്കേടായിരുന്നു. ഇപ്പൊ പിള്ളേർ വിദേശത്തൊക്കെ പോയി 10 പുത്തനുണ്ടെന്ന് അവർക്കും അറിയാം. തന്നെ ഇപ്പം അമ്മാമ്മയാണെങ്കിലും പണ്ട് ഊരി അമ്മാമ്മ ഇപ്പോൾ ഒരു ചെറിയ കമ്മലും ഒരു ചെറിയ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേർ കാശ് കൊടുത്തപ്പോൾ ഇപ്പം ചെറിയ ഇളക്കമായി തള്ളക്ക്. പണ്ട് ഈ കുടുംബക്കാർക്ക് ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെറിയ കാശും ചുറ്റുപാട് പോയപ്പോൾ കുടുംബക്കാരുമായിട്ട് അതുകൊണ്ട് കുടുംബയോഗത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ആട്ടെ, നമ്മുടെ വിഷയം അല്ലല്ലോ, എന്നാലും ചെറുതായിട്ടൊന്ന് തൊട്ടെന്നേ ഉള്ളൂ. അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, യോഗത്തിന് വരുമോ? അയ്യോ, ഞങ്ങളുടെ കുടുംബയോഗം നടക്കുക. അന്നേരം ആട്ടെ. അപ്പൊ ഈ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ വംശാവലി, യഹൂദന്മാർക്ക് വംശാവലി കേൾക്കുന്ന ഇഷ്ടമാണ്. എന്നിട്ട് ആരോട്ട് പറഞ്ഞു വരികയാണ്. വായിച്ചേ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോട് ബന്ധപ്പെട്ട് പറഞ്ഞത് മനുഷ്യനെ ജനിപ്പിക്കുക. അതാ മത്തായി എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ ജനിപ്പിക്കുന്നു. ജനിപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചതാണ്. നമുക്കറിവുള്ള വാക്യമായെങ്കിലും 16-ാം വാക്യം വായിച്ചോ. യാക്കോബ് മറിയയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. മറ്റുള്ളവരെല്ലാം മനുഷ്യനെ ജനിപ്പിക്കുക. എന്നാൽ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവിയെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചതാ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ
കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തശുരക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തശുരക്ഷകൻ ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. അതിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തശുരക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തശുരക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ജനിപ്പിച്ചു ജനിപ്പിച്ചു ജനിപ്പിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ വായിക്കുന്നത് ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചു ജനിച്ചു. വചനം ജഡമായി തീർന്നു. ഈ മത്തായി സുവിശേഷത്തിൽ വേറൊരു പ്രയോഗം, അത് രണ്ടും പറഞ്ഞ ഭാഗം ഇടുക. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് അവരോധിക്കുന്നത്, അല്ല രാജാവാകുന്നത്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചപ്പോഴേ രാജാവായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ടല്ലയോ വിദ്വാൻമാര് വന്ന് ചോദിക്കുക, രാജാവായിട്ട് പിറന്നവൻ ഇവിടെ എല്ലാം പിറന്നു കഴിഞ്ഞ് എന്ത് പരിശ്രമിച്ച ഒരു കസേര മിണ്ടുന്നില്ല അല്ലേ? എന്ത് സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ വെച്ചാൽ ഒരു കസേര തന്നെ ഇപ്പം കസേര ഇരിക്കാനും ഒക്കത്തില്ല. പെണ്ണുങ്ങളെല്ലാം രംഗത്തിറങ്ങിയിരിക്കുക, മന്ത്രിമാരും എല്ലാം പേടിച്ച. ഏതൊരു പെങ്കൊച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതവിടെ തീർന്നു. മനസ്സിലാകുന്നില്ല. എന്ത് പരിശ്രമിച്ച 5 കൊല്ലം വന്നിരിക്കണമെന്ന് ഓർത്ത് ചെല്ലുന്നത്. അന്നേരം പെങ്കൊച്ചുങ്ങൾ സാരിയും ചുറ്റി പോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഇവിടെ എല്ലാവരും ജനിച്ച് നാളുകൾ കഴിഞ്ഞാണ് രാജാവായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, രാജാവാകുന്നത്. എന്നാൽ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിച്ചപ്പോഴേ അവിടുന്ന് രാജാവാണ്. അതല്ലേ ആ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിച്ചേ ചുപ്പാസ്റ്റേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അപ്പോ 2-1 മുതൽ വായിച്ചോ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ ജനിച്ചപ്പോഴേ അവിടുന്ന് രാജാവായിട്ട് പിറക്കുക. അതാണ് യേശുവിന്റെ വിശേഷത. ഒന്ന്, അവിടുന്ന് സ്വയമായിട്ട് ജനിച്ചതാ, ആരും ജനിപ്പിച്ചതല്ല. 2, ജനിച്ചപ്പോഴേ രാജാവായി. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂര കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവന്യം നൂതന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ.
നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് വരി പാടും. ഈ പാട്ടിനകത്തും ദൂത. അത് പാട്ട് കേട്ട് ഗ്രഹിക്കുന്നവർക്കറിയാം. പ്രസംഗത്തെക്കാളും കുറച്ചുകൂടെ എഫക്റ്റാ പാട്ട്. ഇപ്പോഴത്തെ പാട്ടല്ല. ഇപ്പോഴത്തെ പാട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന പേശി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ ഡിൻ ഡിൻ ഡിൻ, ആ പാട്ടല്ല. തീ പോലെ ഇറങ്ങണേ, ആൾക്കാർ യോഗത്തിന് എഴുന്നേറ്റ് ഓടും. ഇവിടെ തീ വരിക എന്നാൽ പിന്നെ ഇരുന്നിട്ടും അങ്ങനത്തെ പാട്ടൊന്നും അല്ല. പിന്നെ ഇപ്പം എന്തോ പറയാനാന്നോ പ്രവർത്തിക്കാനാന്നോ എന്നാ ചെയ്യാനാ ഇങ്ങനെയൊക്കെ ആയാ നമ്മളിപ്പോൾ എന്നാ ചെയ്യാനാ? സ്തോത്രം. അങ്ങനത്തെ പാട്ടൊന്നുമല്ല. സ്തോത്രം. ഇത് തലയ്ക്കകത്ത് ആളതാമസം ഉള്ളവർക്ക് മനസ്സിലാകും പാടുന്നത് തന്നെയാണ്. പത്രോ പറയുന്നത് ഇതിനകത്ത് ആരും വേണം ഇതിനകത്ത്. അപ്പൊ ഈ പാട്ടിനകത്ത് അത് മെസ്സേജാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, ക്രിസ്തുവേശു ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് സ്വയം ജനിച്ചവനാ. അവിടുന്ന് രാജാവായിട്ടാ പിറന്നത്. അവിടുത്തെ ആരും രാജാവാക്കിയതല്ല, അവിടുത്തെ പിറവി തന്നെ രാജാവായിട്ട്. മത്തായി സുവിശേഷം അങ്ങനെയാ തുടങ്ങുന്നത്. ആ കർത്താവാകുന്ന യേശു ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായി. ആ മാന്യ വനിത, ആ മാന്യ സ്ത്രീ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ആ നല്ല അമ്മ യേശു കർത്താവിനെ ഉദരത്തിൽ പേറി. പ്രസവകാലം തികഞ്ഞു. ആദ്യജാതനെ പ്രസവിച്ചു. അപ്പം വേറെ ജാതൻ അമ്മയ്ക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഏകജാതൻ എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അനുമാനിക്കാം അമ്മയ്ക്ക് വേറെ മക്കളില്ല, അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്. ഇപ്പം അവരെ തെളിയിക്കുന്ന സദസ്സല്ലല്ലോ ഇത്. ആദ്യജാതനെ ആ അമ്മ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വേറെങ്ങി ഇടമില്ലാഞ്ഞത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്. പശുത്തൊട്ടിയിലാണെന്നും പറഞ്ഞ് തൊട്ടിയും കൂടും ഉണ്ടാക്കി, പുൽക്കൂടും എല്ലാം ഉണ്ടാക്കി, ചെറിയ ചെറിയ സാധനമെല്ലാം വെച്ച് നക്ഷത്രമെല്ലാം തൂക്കി, നീ മെനക്കെടരുത്, ഉണ്ടാക്കുന്നതിന് എതിരൊന്നുമില്ല. അവിടെ ഒന്നും അല്ല യേശുവിനെ പ്രസവിച്ചത്. പിന്നെ എങ്ങ് ഇടം കിട്ടാഞ്ഞപ്പോൾ അവിടെ കൊണ്ട് കിടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ വിദ്വാൻമാരും ആട്ടിടയന്മാരും ഒക്കെ ആട്ടിടയന്മാർ വന്ന് കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം തൊടുന്നില്ല. നമ്മുടെ കർത്താവ് വളർന്നു, പള്ളിയിൽ പോകുമായിരുന്നു, ദൈവവചനം വായിക്കുകയും പിന്നീട് പ്രസംഗിക്കുകയും ചെയ്തു. നാടെങ്ങും അവിടുന്ന് നന്മ സുവിശേഷിച്ചു. 12-ാമത്തെ വയസ്സിൽ യെരുശലേം വലിയ പള്ളിയിൽ ചെന്ന് മാതാപിതാക്കൾ തന്നെ മറന്ന് അവർ തിരിച്ചു പോന്നു. നമ്മുടെ കർത്താവ് അവിടെ മത നേതാക്കന്മാർ ശാസ്ത്രിമാരുമൊക്കെ ആയിട്ടിരുന്ന് ഭാഷണം നടത്തി. അവരെല്ലാം പിന്നത്തേതിൽ പറഞ്ഞു, അയ്യോ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്നാ ചോദിച്ചു. സ്തോത്രം. അവിടുന്ന് സർവജ്ഞാനിയാണ്. പിന്നെ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അല്ലാതെ ഇന്ത്യയിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല. വന്നെന്ന് നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇവിടെ വന്ന് യേശു ആയോധന കല പഠിച്ചു. എവിടെ? ചമ്പക്കരയിലോ? യേശു ഏരിയയിലോട്ടേ വന്നിട്ടില്ല. ലഡാക്കിലും വന്നില്ല, കാശ്മീരിലും വന്നില്ല, മലയുടെ സൈഡിലെങ്ങും വന്ന് നിന്നില്ല. ഇവിടുത്തെ ഒന്നും പഠിച്ചില്ല. സ്തോത്രം. യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്നിട്ട് വേറൊരു പറയുന്നുണ്ട്, പതിവ് പോലെ ദൈവാലയത്തിൽ. അതിനിടയ്ക്ക് അങ്ങനെ ഇന്ത്യ വരുന്നത്. ഇന്നായിരുന്നേ നമുക്കൊക്കെ രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന് ചോദിച്ചു, ഉച്ചക്കത്തെ ഫ്ലൈറ്റിന്
തിരിച്ച് ഇന്നെ പിന്നെ നമുക്ക് വിശ്വസിക്കാം, ഇന്ന് ഫ്ലൈറ്റ് പോയിട്ട് കാളവണ്ടി പോലും ഇല്ല. അപ്പോൾ യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നു. നാടെങ്ങും യേശു ക്രിസ്തു നന്മ സുവിശേഷിച്ചു. തൻ്റെ അടുക്കൽ വന്ന സകലരെയും യേശു വിടുവിച്ചു. 10 കുഷ്ഠരോഗി 9 നന്ദിയില്ല, പക്ഷെ നന്ദി ഇല്ലാത്തവന് നന്മ ചെയ്തവനാ ക്രിസ്തു. അമ്മയ്ക്ക് ഏകജാതന മരിച്ച് മഞ്ചോവായിട്ട് ഇങ്ങോട്ട് വരിക. യേശു മഞ്ചത്തെ തൊട്ടു, ചെറുക്കൻ ചാടി എഴുന്നേറ്റു, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തേച്ച് യേശു അങ്ങ് പോയി. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന അന്നേ അമ്മയെ കണി കാണുകയും പോലും അവനെ കൊടുക്കുകയില്ല, അവനുമായിട്ട് നേരെ അങ്ങ് പോവുള്ളൂ. ക്രൂസൈഡിൽ കഴിഞ്ഞ ദിവസം ഉയർത്തെഴുന്നേറ്റ ബ്രദർ ലൂക്ക, നമ്മുടെ പിന്നെ ഇത് വലിയ പീഠം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇത് വേണ്ട, മിക്കവാറും നമ്മൾ ശിംശം ഭാഷയാണ്, ഇവർക്കിത് മതി. അതെടുത്തോണ്ട് പോയത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ചെന്ന മഞ്ചത്തെ തൊട്ടു, അന്നേരം ചെറുക്കൻ ചാടി എഴുന്നേറ്റു. സ്തോത്രം. അവനെയും കൊണ്ട് യേശു ഒരു ക്രൂസൈഡിലും പോയില്ല. ഇന്നാണെങ്കിൽ ഇന്നത്തെ ബിരുദന്മാരാണെങ്കിൽ അവനുമായിട്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളി ഒരു ക്രൂസൈഡുണ്ട്. ബ്രദർ വന്ന് സാക്ഷ്യം പറയാം. ഉടനെ മറ്റേ ബ്രദറിന് എന്തോ സംഭവിച്ചെന്ന് ഈ ബ്രദർ പറയും, ബ്രദറിന് ഇപ്പം എന്തോ സംഭവിച്ചു. ഉമ്മ വട്ടുകളിയാ. യേശു അവനെ അമ്മയ്ക്ക് കൊടുത്തേച്ചു, ഞാൻ പോവാന്ന്. അതാ യേശു. സ്തോത്രം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ വാർത്ത ശ്രുതി കേട്ടു. തെള്ളും തിക്കുമുണ്ടെങ്കിലും വിശ്വാസത്തോടെ എൻ്റെ ചിന്തയാ അവിടുത്തെ തിരുശരീരത്തിൽ തൊടാനാ വന്നെങ്കിലും തെള്ളു കാരണം ശരീരത്തിൽ സ്പർശിക്കാനൊത്തില്ല. ആ വസ്ത്രത്തിൽ തൊട്ടു, ടപ്പെന്ന് സൗഖ്യമായി. അതാ യേശു. കർത്താവ് തിരിഞ്ഞു നോക്കി, അയ്യോ അന്തം വിട്ടുപോയി. അവള് ഭയപ്പെട്ട് നിൽക്കുക. സ്തോത്രം. അവൾ എന്നങ്ങ് തൊട്ടു. അന്നേരം കർത്താവ് വെച്ചു, എന്നെ തൊട്ടത് ആരാ? അല്ല അവിടെ നിൽക്കടി, ഞാൻ കുളിച്ചേച്ച് വരട്ടെന്നൊന്നും പറഞ്ഞില്ല. പെണ്ണുങ്ങൾ തൊട്ടെന്നും പറഞ്ഞേ. യേശു ചോദിച്ചു, എന്നെ തൊട്ടത് ആരാന്ന് ചോദിച്ചു. സ്തോത്രം. പൂർണ്ണ വിടുതൽ. സ്തോത്രം. അവള് വിടുതൽ പ്രാപിച്ചാൽ തിരിച്ചു പോയത്. പോയപ്പം വേണേ അവളൊരു പാട്ട് പാടി കാണും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെവിടെ എഴുതിയിട്ടുണ്ട്? ആ പുസ്തകത്തിലില്ല, എൻ്റെ ചിന്തയാണ്. നമ്മൾ ഈ പാട്ടിൻ്റെ ആളായതുകൊണ്ട് അവളങ്ങോട്ട് പോയപ്പോഴേ സ്തോത്രം എല്ലാം മെലിഞ്ഞ് വൈദ്യന്മാർക്ക് മുഴുവൻ കൊടുത്ത് പരുവക്കേടായി അറ്റ കൈക്കാവന്ന് യേശുവിനെ സ്പർശിച്ചത്. പൂർണ്ണ വിടുതൽ. സ്തോത്രം. അവൾ തിരിച്ചു പോയപ്പം പാട്ടുമൊക്കെ പാടി കാണും. വേണേ മിക്കവാറും ഈ പാട്ട് പാടാനായിരിക്കും സാധ്യത. വിദ്വാൻ കുട്ടിച്ചൻ എഴുതിയത്. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. എൻ 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 ജീവനായകനെ മനുവേലേ ലേ ലേലൻ ജീവനായകനെ മനുവേലേ ലേലൻ ജീവനായകനെ.